മസ്റ്റായിട്ട് ഈ ഒരു സാധനം ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഷോറൂമിൽ പോയി മേടിക്കുന്ന പുതിയ വണ്ടികളിൽ പോലും ഇന്ത്യയിൽ മുഴുവൻ ഹ്യൂജ് സക്സസ് ആണ്. സത്യം പറഞ്ഞു ചെറിയ രീതിയിലുള്ള ഒരു വൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആണോ? അപ്പോൾ എന്താ കംപ്ലൈൻറ്റ് ഉണ്ടോ? നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്താൽ കാണുന്നൊരു കാര്യമാണ്, ഒന്നെങ്കിൽ ഏതെങ്കിലുമൊക്കെ വണ്ടി എടുത്ത് നമ്മളെ വിറ്റ ആൾ നമ്മളെ പറ്റിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ അധികം പ്രോബ്ലംസ് ഉണ്ട്. 2018 വെള്ളത്തിൽ മുങ്ങിപ്പോയൊരു വണ്ടിയാണ്. അത് നിങ്ങൾ എടുക്കുന്ന ടൈമിൽ ഈവൻ പുതിയ കാർ മേടിക്കുന്ന ആൾക്കാർ വരെ അതിൻ്റെ അകത്ത് റെസ്റ്റ് കണ്ടു, അതിൻ്റെ ഈ പാർട്സ് വർക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ അകത്ത് റീപെയിൻറ്റിങ് ഉണ്ടായിരുന്നു, പോളിഷിങ് കറക്റ്റ് അല്ല. അതായത് നമ്മളൊരു 10-15 ലക്ഷം രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപയൊക്കെ കൊടുത്തൊരു വണ്ടി മേടിക്കുന്ന വണ്ടിക്ക് അത് എന്തെങ്കിലുമൊക്കെ ഒരു റസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പുതിയ വണ്ടി പോലും, അതായത് ഞാൻ പറയുന്നത് യൂസ്ഡ് കാർ അല്ല, നമ്മൾ ഷോറൂമിൽ പോയി മേടിക്കുന്ന പുതിയ വണ്ടികളിൽ പോലും ഇങ്ങനെ അധികം പല രീതിയിലുള്ള പ്രോബ്ലംസ് കാണാറുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത് കൃത്യമായിട്ട് കേൾക്കാറുണ്ട്. പലരും നമ്മുടെ അടുത്ത് പോലും പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനുള്ളൊരു അടിപൊളി സൊല്യൂഷൻ ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അത് മാത്രമല്ല അത് കാണിച്ചും തരാം. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എക്സ്ക്ലൂസീവായിട്ട് കുറച്ചധികം കാര്യങ്ങളും കൂടെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ പുതിയ വണ്ടിയല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു SS80 എടുത്തല്ലോ. ആ SS80 എടുത്ത സമയത്ത് ഞാൻ ഫേസ് ചെയ്ത മേജർ ഇഷ്യൂ എന്നാന്ന് പറഞ്ഞാൽ, ഞാനിന്ന് പാലക്കാട് നിന്നാണ് എടുത്ത്. ആ സമയത്ത് നമുക്കതൊരു പ്രോപ്പറായിട്ടൊന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പരിചയത്തിലുള്ള വർക്ക്ഷോപ്പുകളോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറേയധികം കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയത്. സർവീസ് എത്രയും പഴയ വണ്ടിയായിരിക്കും, സർവീസ് ഹിസ്റ്ററി ഇല്ലെങ്കിൽ പോലും അതിന് ആക്സിഡൻ്റ് ഉണ്ടോ, അതിൻ്റെ പെയിൻറ്റ് റീപെയിൻറ്റഡ് ആണോ എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് PD ചെയ്യാൻ അറിയാവുന്ന ഒരാളുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ Cars24 പുതിയൊരു PDI പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ ആ ഒരു എക്സ്പെർട്ട്, നിങ്ങൾക്കറിയാലോ, അവരൊരു വണ്ടി എടുക്കുമ്പോൾ ഏകദേശം 300-ന് മുകളിൽ ക്വാളിറ്റി ചെക്ക് പോയിൻ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവരുടെ ഇൻവെൻറ്ററിയിലേക്ക് വണ്ടികൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരതിന് ഒത്തിരിയധികം വാറണ്ടിയും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു മാസം എത്രയോ കാലത്തിനുള്ളിൽ തിരിച്ചു കൊടുത്താൽ പോലും അവരത് തിരിച്ചെടുക്കും എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ ആ ഒരു അത്രയധികം USPs അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കമ്പനിയുടെ ആ ഒരു ആൾക്കാർ തന്നെ എക്സ്പേർട്സ് വന്നിട്ട് നമ്മളെടുക്കുന്ന വണ്ടികൾ ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണെന്നുള്ളൊരു ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും ഒക്കെ തരിക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവർ പുതിയൊരു PDI എന്ന് പറഞ്ഞ രീതിയിൽ ഇൻവെൻറ്റ് ചെയ്തേക്കുന്നത്. ഇന്ത്യയിൽ മുഴുവൻ ഹ്യൂജ് സക്സസ് ആണ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴാണ് അത് അറിയുന്നത്. അപ്പോൾ നിങ്ങൾ പലരും അത് അറിഞ്ഞിട്ടില്ലെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ഇനി ഒരു പുതിയ വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പഴയ വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിലും മസ്റ്റായിട്ട് ഈ ഒരു സാധനം ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ അകത്തൊരു എക്സ്ക്യൂസും ഇല്ല. അതായത് അവർ വന്ന് ചെയ്യുന്ന എന്താണെന്നുള്ള പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അതിൻ്റെ എഞ്ചിൻ്റെ കാര്യങ്ങൾ ചെക്കൗട്ട് ചെയ്യും, അതിൻ്റെ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി നോക്കും, ഇൻറ്റീരിയർ നോക്കും, ആക്സിഡൻറ്റ് ഉണ്ടോ എന്ന് നോക്കും, സർവീസ് ഹിസ്റ്ററി എടുത്ത് നോക്കും. അങ്ങനെ ഇതെല്ലാം ചെയ്യുന്നതിന് പുതിയ കാറിന്, ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ കാറിൻ്റെ ആണ് ഈ PD ചെയ്യുന്നുണ്ടെങ്കിൽ 2499 സ്റ്റാർട്ട് ചെയ്യും. ഇനിയിപ്പോൾ അതല്ല നമ്മളൊരു യൂസ്ഡ് കാറാണ് നോക്കുന്നതെങ്കിൽ 1999, അതായത് 2000 രൂപയ്ക്ക് താഴെ നമുക്ക് PDIയുടെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ ഡോക്ടർ ഡ്രൈവ്, അതായത് DR200 എന്ന് പറഞ്ഞൊരു കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 200 റുപ്പീസ് അതിൻ്റെ അകത്ത് ഓഫറും കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഇവർ തരുന്ന ഇൻസ്പെക്ഷൻ്റെ അകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ അവരുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് വന്നു, അവർ പറഞ്ഞതിൻ്റെ അകത്ത് തെറ്റാണ്, അവർ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ മിസ് ഔട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ 50,000 രൂപ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞേക്കുന്നത്. ഒന്ന് ആലോചിക്കുക. അപ്പോൾ എത്രമാത്രം കോൺഫിഡൻ്റ് ആണ് അവരുടെ PDI സ്കീം എന്നുള്ളത്. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യാൻ ഇവരുടെ ആപ്പിൽ കയറി രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ ഞാനിന്ന് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ കുറച്ച് Cars24ൻ്റെ ഒരു എക്സ്പേർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ജിൻസിൻ്റെ വണ്ടിയാണ്, നമ്മൾ എടുത്ത വണ്ടിയാണ്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടൊക്കെ കാണിച്ച് ഇതിൻ്റെ അകത്ത് കിലോമീറ്റർ ഒറിജിനലായിരുന്നോ, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും മേജർ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ എടുത്ത് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ Cars24ൻ്റെ ഒരു എക്സ്പേർട്ട് സാവിയോ ബ്രോ വന്നിട്ടുണ്ട്. ബ്രോ, എനിക്കിന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാം എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതെന്താ കയ്യിലൊരു ബോക്സ് ഒക്കെ ഉണ്ടല്ലോ? കയ്യിൽ നമുക്ക് ഇൻസ്പെക്ഷനായിട്ട് ആവശ്യമുള്ള ടൂളുകളാണുള്ളത്. ഓക്കെ, മെയിനായിട്ട് 4 ടൂളാണുള്ളത്. ഒന്ന് പെയിന്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള പെയിന്റിംഗ് ക്വാളിറ്റി ടെക്സ്റ്റിമീറ്റർ. ഓക്കെ, ടയറിന്റെ ഡെപ്ത് നോക്കാനുള്ള ടയർ ഗേജ് മീറ്റർ. ടയർ എത്രമാത്രം മറ്റേ തിക്നെസ് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും അല്ലേ കൃത്യമായിട്ട്? AC-ന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ള ഓക്കെ, AC ടെമ്പറേച്ചർ. ECU ചെക്ക് ചെയ്യാനുള്ള ഓക്കെ. അപ്പോൾ ECU നമ്മൾ ഫോണിലേക്കാണ് കണക്ട് ചെയ്യുന്നത്? ECU ഫോണിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്ലൂടൂത്ത് വഴി അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അതിനകത്ത് ഓക്കെ. പെയിന്റ് ചെയ്ത് വെച്ചിട്ടല്ലേ? പെയിന്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ പ്രോസസ്സ് തുടങ്ങിയോ? നമുക്കത് കാണാമല്ലോ. കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇല്ല ഇല്ല. അടുത്ത സ്റ്റെപ്പ് വരികയെന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിലിന്റെ ക്യാപ്പ് ഓയിലും കൊണ്ട് മിക്സ് ആയിട്ടുണ്ടോ ചെയ്യാൻ. എഞ്ചിൻ ലെവൽ അല്ലേ? എഞ്ചിൻ ഓയിൽ ലെവൽ. ലിപ്സ്റ്റിക്കിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? എഞ്ചിൻ ഓയിൽ ലെവൽ ഓക്കെയാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ബാറ്ററിയാണ്. ഓക്കെ, ബാറ്ററിന്റെ ടെർമിനൽസ് ഓക്കെയാണോ, ബാറ്ററി ഔട്ട്പുട്ട് വരുന്നത് കറക്റ്റ് ആണോ ചെക്ക്. അടുത്ത് വരുന്ന ഓയിൽ സിമ്പാണ്. ഓയിൽ സിമ്പിൽ ലീക്കേജ് തരാണ് എന്തെങ്കിലും അണ്ടർബോഡി നമ്മൾ ചെക്ക് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ചേസിസ് നമ്പറിന്റെ വെരിഫിക്കേഷൻ ആണ്. ചേസിസ് നമ്പറിന്റെ
പഞ്ചിങ് കറക്റ്റ് ആണോ, റീപഞ്ചർ ആണോ മുതലായ കാര്യങ്ങൾ സീസൺ അതാണ് മേജറായിട്ട് വരുന്ന ആദ്യത്തെ പോർഷൻ. ഇത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞാൽ എഞ്ചിന്റെ ബ്ലോ ബൈ ടെസ്റ്റ് ഡ്രൈവ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരുന്ന സ്റ്റിക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ താണ്ട് ഇങ്ങനെ കൈയും പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലോ ബൈ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അതായത് നമ്മൾ ഡിപ് സ്റ്റിക്ക് തുറന്ന് വെച്ചിട്ട് ഇവിടുന്ന് വൈറ്റ് സ്മോക്ക് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് സ്മോക്കോ ഓയിൽ സ്പിന്നേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലോ ബൈ ഉണ്ടെന്നാണ്. ചെറിയ രീതിയിലുള്ള ഒരു വൈറ്റ് സ്മോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആണോ? അപ്പോൾ എന്താ കംപ്ലൈൻറ്റ് ഉണ്ടോ? നോർമലാണ്. ഒന്ന് ഷോക്കായി ഇല്ലടാ. ഷോക്കോ? ഞാനങ്ങനെ ഇല്ലാണ്ടായി പോയി. നമുക്ക് അടുത്ത് വരുന്ന ഡോർ റീപ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഇത് ഇവരിവിടെ OBD കണക്ട് ചെയ്തിട്ടുണ്ട്. ആ OBD എന്തിനാണ് കണക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to Z ഇതിൻ്റെ ഇലക്ട്രോണിക്സിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അത് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. അവരുടെ ഫോണിലൊരു ആപ്പ് ഉണ്ട്, അതിലേക്കായിരിക്കും അത് അറിയുന്നത്. അപ്പോൾ ഇതിൽ വേറെ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ OBD കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എറർ കോഡ് ഉണ്ടാവുകയാണെങ്കിൽ അതുൾപ്പെടെ നമ്മുടെ റിപ്പോർട്ടിൻ്റെ അത് വരും. ഏകദേശം നമുക്കിനിയിപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവിലേക്ക് പോകാം. ആ ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ കംപ്ലീറ്റ്ലി ഡീറ്റെയിൽസ് ആ ഒരു OBD സ്കാൻ ചെയ്യുന്നതിൻ്റെ അകത്തൂടെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സ് ടെസ്റ്റ് ഡ്രൈവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ജിൻസിൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും മേജർ ഇഷ്യൂ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ടെസ്റ്റ് ഡ്രൈവ് പ്രോസസ്സ് കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇത് AC-യുടെ റീഡിംഗ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്ററാണ്. ഇവിടെ ആ OBD ആ സ്കാൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഏകദേശം 360 ഡിഗ്രിയോളം ഇതിൻ്റെ കംപ്ലീറ്റ്ലി ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, ഇലക്ട്രിക്കൽ പാർട്സ്, AC-യുടെ പെർഫോമൻസ് എല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ടയറിൻ്റെ ത്രെഡ്, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വണ്ടി ഫ്ലഡ് ഡാമേജ് ആണോ, വണ്ടിക്കകത്ത് എന്തെങ്കിലുമൊക്കെ മേജർ ആക്സിഡൻറ്റ് വന്നിട്ടുണ്ടോ, പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ നോയ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. നമ്മളതുപോലെ ട്രാൻസ്മിഷൻ്റെ ഒരു സ്മൂത്ത്നെസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു A to Z വണ്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അത് ഏകദേശം നമുക്കൊരു 30 മിനിറ്റും കൊണ്ട് കംപ്ലീറ്റ്ലി ഒരു റിപ്പോർട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്താണെങ്കിലും മസ്റ്റാണെങ്കിലും പുതിയ കാറായിട്ടെങ്കിലും പഴയ കാറാണെങ്കിലും ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. PD എന്താണെങ്കിലും നിങ്ങൾ ചെയ്യണം. ഇത് മാക്സിമം അഫോർഡബിളാണ്. ഞാൻ പറഞ്ഞ പോലെ 1999, അതായത് 2000 രൂപയ്ക്ക് താഴെ യൂസ്ഡ് കാറും 2500 രൂപയ്ക്ക് താഴെ ന്യൂ കാറും ഇവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് DR200 എന്നടിച്ചാൽ നിങ്ങൾക്ക് അഡീഷണൽ 200 റുപ്പീസ് ഓഫറും കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചേട്ടനോട് തന്നെ ഒന്നുകൂടെ ചോദിക്കാം വേറെ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിൽ മെയിൻലി എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? പിന്നെ വണ്ടീൻ്റെ ഒരു 40% കാര്യമാണ് നമുക്ക് ഡ്രൈവിലാണ് കംപ്ലീറ്റ് ചെയ്യാണ്ട് പറ്റുക. ഓക്കെ, പിന്നെ മേജറായിട്ടുള്ള സസ്പെൻഷൻ്റെ നോയ്സ്, ഓക്കെ, സ്റ്റിയറിങ്ങിന് എന്തെങ്കിലും പബ്ലിക്കും കാര്യങ്ങളുണ്ടോ, ഓക്കെ, എന്നാൽ ബ്രേക്കിന് എന്തെങ്കിലും എഫിഷ്യൻസി കുറവുണ്ടോ, ബ്രേക്കിന് അതുപോലെ നോയ്സോ, സസ്പെൻഷൻ്റെ നോയ്സോ, സ്റ്റിയറിങ്ങിന് ഹാർഡ്നെസ്, ഇതെല്ലാം നമുക്ക് ഈ പറയുന്ന ടെസ്റ്റ് ഡ്രൈവിലാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അടിപൊളിയാണ്. ഇനി ആ OBDക്കകത്ത് എന്തെങ്കിലും കോഡ് വരുന്നുണ്ടെന്നുള്ളത് നമുക്കറിയണം അല്ലേ? അപ്പോൾ നമ്മൾ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞു. എന്താണെങ്കിലും ജിൻസെ നീ പേടിക്കേണ്ട, നീ എടുത്ത വണ്ടി അടിപൊളിയാണ്. ഇപ്പോൾ ആ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. A to Z എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മറക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ DR200 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 200 രൂപ കുറഞ്ഞ് കിട്ടും. ഈ പറഞ്ഞ പോലെ പുതിയ കാറിന് 2499 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പഴയ കാറിന് 1999 വളരെ അഫോർഡബിൾ റേറ്റ് ആണ്. നിങ്ങൾക്കറിയാം, ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് റേറ്റ്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അതുമാത്രമല്ല ഇവരുടെ 300-ന് മുകളിലുള്ള ടെസ്റ്റ് പോയിന്റ്സ് ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും നല്ലൊരു ഡീലെന്ന് പറഞ്ഞാൽ നല്ലൊരു ഡീലാണ്. നിങ്ങൾ ലക്ഷങ്ങൾ ഒരു വണ്ടിയിലേക്ക് മുടക്കുന്നതിന് മുമ്പ് എന്താണെങ്കിലും ഈ PD ചെയ്തിട്ടുണ്ടാവണം. Fast and Furious നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യുകയും ചെയ്യാം. സോ അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നിങ്ങൾ എന്താണെങ്കിലും ഇത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവണം. ഇവരുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദിസ് ഇസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ ട്രൈ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.